വടകരയിൽ നല്ല ചൂടാണ്. പക്ഷേ ആ ചൂടിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള തീപ്പൊരി മത്സരമാണ് വടകര മണ്ഡലത്തിൽ നടക്കുന്നത്. മനോരമ ഓൺലൈൻ വോട്ട് ഓൺ വീൽസിൽ നിന്ന് എത്തിയിരിക്കുന്നത് വടകരയിലാണ്. അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര. കേരളത്തിൽ തന്നെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാളായ കെ ശൈലജയും യുവാക്കളുടെ വലിയ പിന്തുണയുള്ള ഷാഫി പറമ്പിലും ഏറ്റുമുട്ടുന്നതോടെ വടകരയിലെ മത്സരത്തിന് പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. ജയിച്ചേ മതിയാകൂ എന്ന വാശിയിലാണ് LDFും UDFും. പടുകൂറ്റൻ ബാനറുകളും കട്ടൗട്ടുകളും മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഒട്ടും പിന്നിലല്ലാതെ NDAയും ഉണ്ട്. വടകരയിലെ NDAയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തന്നെ അതിനുദാഹരണമാണ്. വനിതാ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ച വ്യക്തിയാണ് കെ ശൈലജ. വടകര മണ്ഡലത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും പരിചിതമായ മുഖം. കെ മുരളീധരൻ മാറി അപ്രതീക്ഷിതമായാണ് ഷാഫി കടത്തനാടൻ മണ്ണിൽ അംഗം കുറിച്ചിറങ്ങിയത്. അതോടെ മണ്ഡലത്തിലെ ചിത്രം മാറി. ഇടതിനും വലതിനും സ്വാധീനമുള്ള മണ്ഡലത്തിൽ അതിശക്തമായ പോർമുഖം തുറന്നു. TP വധക്കേസുമായി ബന്ധപ്പെട്ട് കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള ഉറച്ച നീക്കത്തിലായിരുന്നു LDF. അതിന് ശൈലജയേക്കാൾ യോഗ്യയായ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. ഉറച്ച പാർട്ടി വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടും ശൈലജയ്ക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് LDF. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ശൈലജ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ശൈലജയെ സ്വീകരിക്കാൻ വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുന്നുമുണ്ട്. വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. കൂടുതൽ ആളുകൾ ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണയുമായിട്ട് വ്യക്തിപരമായി വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എനിക്ക് തന്നെ വളരെ സ്നേഹപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റമാണ് അല്ലെങ്കിൽ അനുഭവമാണ് ഈ മണ്ഡലത്തിനുടനീളം ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളെല്ലാം വന്നിപ്പോൾ കഴിഞ്ഞ കേന്ദ്രത്തിലൊരു സഹോദരി പറഞ്ഞു, ഞാൻ കോവിഡിൻ്റെ സമയത്ത് ടീച്ചറെ വിളിച്ചിരുന്നു, വല്ലാണ്ട് ബേജാറായിട്ടാണ് വിളിച്ചത്, എൻ്റെ കുടുംബത്തിന് ഉടനെ തന്നെ ചികിത്സ കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി, അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവം ഒറ്റപ്പെട്ടതാവാം, പക്ഷേ ഒറ്റപ്പെട്ടതല്ലെന്ന് തോന്നുന്നു. കാരണം അന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ ഇടപെട്ടതിൻ്റെ ഒരു സ്നേഹം ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. സ്ത്രീകളെല്ലാം വലിയ ആവേശത്തിലാണ്. ഇവിടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അസംബ്ലിയിലായാലും സ്ത്രീകൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശക്തമായിട്ട് അതിൽ പ്രതികരിക്കാറുണ്ട്. വനിതാ ശിശു വികസന വകുപ്പ് ഉപയോഗപ്പെടുത്തി ഒട്ടേറെ പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ തുടക്കം കുറിച്ചിരുന്നു. അതെല്ലാം നമ്മുടെ സഹോദരിമാർ കാണുന്നുണ്ട്. അതുകൊണ്ട് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി അവരുടെ എല്ലാം പിന്തുണ കിട്ടുമെന്നാണ് കരുതുന്നത്. കുട്ടികളുടെ നിർവ്യാജമായ സ്നേഹവും മുതിർന്നവരുടെ ആശീർവാദവും എല്ലാം ചേരുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി അവരെന്നെ തിരഞ്ഞെടുക്കും എന്നതെനിക്ക് ഉറപ്പാണ്. തിരഞ്ഞെടുത്താൽ അവർക്കെല്ലാം വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ശക്തമായിട്ട് ഇടപെടും. കെ മുരളീധരന് വേണ്ടി വടകരയിൽ ചുവരെഴുത്ത് വരെ നടത്തിയ ശേഷമാണ് ഷാഫി പറമ്പിലെത്തിയത്. മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് വടകര. ഷാഫി എത്തിയതോടെ ആദ്യം UDFിലുണ്ടായിരുന്ന ചെറിയ ആശയക്കുഴപ്പം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറി. ചെറുപ്പക്കാരനും മികച്ച പ്രാസംഗികനുമായ ഷാഫിക്ക് ആളെ കയ്യിലെടുക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഷാഫിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടുന്ന കാഴ്ചയാണ് സ്വീകരണ സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ജനങ്ങൾ തരുന്ന സ്നേഹവും പിന്തുണയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആദ്യം വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അതൊരു ഓർഗനൈസ്ഡ് ക്രൗഡും അതിൻ്റെ ഒരു പ്രകടനവും മാത്രമാണെന്ന് പലരും പറഞ്ഞു. പക്ഷേ അതൊന്നും അല്ല എന്നുള്ളത് ഇപ്പോൾ ഇതൊരു ബൂത്തിലെ പരിപാടിയാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ സ്ത്രീകളും കുട്ടികളും അമ്മമാരും പെങ്ങന്മാരും ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന ആവശ്യത്തിന് നാട്ടിലെ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ. ഇതിലാരും ഭീഷണിപ്പെടുത്തി വന്നവരില്ല. ഞങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുന്ന ഒരു ഘട്ടം പോലും ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും ഉണ്ടായിട്ടില്ല. വടകരയിൽ അടുത്ത ജനറേഷൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും, അവസരങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എത്ര മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ട സഹോദരിമാർ, അതിൽ TPയുടെ കാര്യത്തിൽ ഉൾപ്പെടെ കൊലപാതകങ്ങൾക്ക് CPM കൊടുക്കുന്ന ഒരു പിന്തുണ ഇപ്പോഴും തുടരുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ആളുകൾ ബോംബുണ്ടാക്കുന്നതിന് വയലൻസ് അല്ലാതെ വേറൊരു ഉദ്ദേശവുമില്ല. നിങ്ങൾ ഇവിടുത്തെ ചില ബൂത്തുകളിലെ പോളിംഗ് ശതമാനമൊക്കെ എടുത്ത് നോക്കുക, നമ്മളെ വിസ്മയിപ്പിക്കും. ഇവിടെ ഇല്ലാത്ത ആളുകൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്യും, വിദേശത്തുള്ള ആളുകൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ കള്ളവോട്ടിൻ്റെ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരം ജനാധിപത്യ വിരുദ്ധതയൊക്കെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇത്തവണ
പിന്നെ ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. നല്ല ആവേശകരമായ പ്രചരണങ്ങളാണ്. ഈ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. NDA സ്ഥാനാർത്ഥിയായ പ്രഫുൽ കൃഷ്ണയും മികച്ച പ്രചാരണമാണ് നടത്തുന്നത്. കേന്ദ്രം നടത്തിയ വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ മുൻപുണ്ടായിരുന്ന എംപിമാരുടെ നിഷ്ക്രിയത്വവും ഉയർത്തിപ്പിടിച്ചാണ് NDA പ്രചാരണം. വടകരയിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകര പോലുള്ള സാധ്യതകളുള്ളൊരു മണ്ഡലം ഇത്രയും കാലമായിട്ടും ഈ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവിടേക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ ചോദിക്കുന്നു, ഇവിടെ ആരെ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? LDFനെ തിരഞ്ഞെടുത്താലും UDFനെ തിരഞ്ഞെടുത്താലും ഇവർ ഡൽഹിയിൽ പോയിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണല്ലോ, അല്ലേ? അപ്പോൾ നരേന്ദ്രമോദി വീണ്ടും 400-ലധികം സീറ്റുകളുമായി അധികാരത്തിൽ വരും. ആ സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും അതുപോലെ നടപ്പിലാക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം ഈ വടകരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നുള്ളൊരു ബോധ്യം വടകരയിലെ ജനങ്ങൾക്കുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ നാടാണ്, എൻ്റെ നാട്ടുകാരാണ്. ഈ മണ്ഡലത്തിലെ മുക്കും മൂലയും എനിക്ക് നന്നായിട്ടറിയാം. ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം. ഇതൊന്നും പഠിച്ചു പറയേണ്ട ഒരു കാര്യമില്ല. എനിക്ക് അറിയാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്, ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഈ മത്സരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസനത്തിൻ്റെ പേരിലാണ്. ഇരു മുന്നണികളും വികസനം പറയാൻ ഇരു മുന്നണികൾക്കും ധൈര്യമില്ല. എന്ത് പറയാനുണ്ട്? ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് CAA പോലുള്ള വിഷയങ്ങളൊക്കെ അവരെടുത്ത് കൊണ്ടുവരുന്നത്. CAAയുടെ പേരിൽ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു, ഈ ന്യൂനപക്ഷ പീഡനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നു. ഇപ്പോൾ SDPIക്കാർ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്താ കോൺഗ്രസ്സുകാർക്ക് അത് വേണ്ട എന്ന് പറയാനൊരു മടി? എന്തിനാ ആലോചിച്ച് നിന്നത്, അല്ലേ? അപ്പോൾ തീവ്രവാദികളുടെ വോട്ട് വേണം. അത്തരം വോട്ടുകൾക്ക് പോലും യാതൊരു മടിയും ഇല്ലാതെ ലജ്ജയും ഇല്ലാതെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ ഒരു മത്സരവും ഞങ്ങൾക്ക് കടുത്തതാകില്ല. NDA സംബന്ധിച്ചിടത്തോളം വികസനത്തിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ, വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്കത് തരും, ഒരു സംശയവും. വടകര മണ്ഡലത്തിൽ തോൽവിയെക്കുറിച്ച് LDFോ UDFോ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം ഇരു മുന്നണികളും അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ്. നടത്തുന്ന ഓരോ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും അത് വളരെ വ്യക്തവുമാണ്. വടകരക്കാർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. വടകരയിലെ പോരാട്ടച്ചൂട് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. ഷാഫി പറമ്പിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ വായിക്കലുണ്ട്. അതായത് ഈ മണ്ഡലം നല്ല വടകര മണ്ഡലപ്പെട്ടല്ലേ, ഇവിടെ ടീച്ചർ വയ്ക്കും. ഇവിടെ ശൈലജ ടീച്ചർ സംശയം 90%. കാരണം നല്ല ടീച്ചർ, നല്ല MLA ആയിട്ടും എൻ്റെ കോവിഡ് സമയത്തൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചതാണ്. പാലക്കാട്ടുള്ള ജനങ്ങളെ ഇത് കണ്ടിട്ടില്ല, യാത്രയപ്പ് കണ്ടിട്ടില്ല, അതിന് പോരെ. വടകര മണ്ഡലത്തിൽ LDFനാണ് അധികം മുൻതൂക്കം വരുന്നത്. അപ്പോൾ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ചിലപ്പം കൈപ്പറ്റിയായിരിക്കും ജയിക്കാൻ വിചാരിക്കുന്നു. മുന്നണി അങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനത്തെ ടൈറ്റ് മത്സരം. ഷാഫി അയക്കുന്നത് BJPക്കാണ് ചെയ്യൽ. ഇവിടെ ഇപ്പം പറയാ വെച്ചാൽ ഇപ്പം തന്നെ ഉള്ളൂ, കോൺഗ്രസിൻ്റെ ആളെ. ആര് മത്സരിച്ചാൽ കണക്കല്ലേ, ആര് ചോദിച്ചാലും രണ്ടാളും പ്രതിപക്ഷത്തിലല്ലേ നോക്കുക. ഈ മണ്ഡലത്തിൽ ഇപ്പം നിലവിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ ജയിക്കാനാണ് സാധ്യതയായിട്ട് കാണുന്നത്. പക്ഷെ നമുക്ക് ജയിക്കേണ്ടത് ഇവർ ജയിച്ചിട്ട് കാര്യമില്ല. കാരണം കേന്ദ്രത്തിൽ എന്തായാലും BJP വരും. ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറോ ജയിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ജയിക്കേണ്ടത് പ്രഫുൽ കൃഷ്ണനാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ അനുവദിക്കില്ല, BJPനെ വരാൻ അനുവദിക്കില്ല. കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ വടകരയാണെന്ന് പറയാം. വടകരയുടെ മുക്കിലും മൂലയിലും വരെ KK ശൈലജയുടെയും ഷാഫി പറമ്പിലിൻ്റെയും പോസ്റ്ററുകൾ കാണാം. അതുകൊണ്ട് തന്നെ ആരാണ് വടകരയിൽ ജയിക്കുക എന്നത് യാതൊരു സൂചനയും ലഭിക്കാത്ത കാര്യമാണ്.